ചെറിയ പൊതുമരാമത്ത് ജോലികൾ പോലും ഓപ്പൺ ടെൻഡർ വഴി നടപ്പാക്കാൻ തുടങ്ങിയതോടെയാണ് കുറഞ്ഞ നിരക്കിൽ കരാറുകൾ ഉറപ്പാക്കാൻ സർക്കാരിന് സാധിക്കുന്നത്. ഖജനാവിലെ വിജയ് മാജിക്. ജൂൺ 28 ടൈംസ് ഓഫിന്റെ പുറത്തുവിട്ട റിപ്പോർട്ട് പ്രകാരം ചെന്നൈ കോർപ്പറേഷനിലെ അമ്പത്തൂർ മേഖലയിൽ 25 ലക്ഷം രൂപ കണക്കാക്കിയ ഒരു റോഡ് പുനരുദ്ധാരണ പദ്ധതി 17 ലക്ഷം രൂപയ്ക്കാണ് കരാർ നൽകിയത്. ഇതിലൂടെ ഒരു പദ്ധതിയിൽ മാത്രം സർക്കാരിന് ഏകദേശം 9 ലക്ഷം രൂപ ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞു. മുൻ സർക്കാരിന്റെ കാലത്ത് പദ്ധതി തുകയുടെ 10% അധികം നൽകി കരാറുകൾ നൽകിയിരുന്ന സ്ഥലത്താണ് ഇപ്പോൾ കുറഞ്ഞ തുകയ്ക്ക് ടെൻഡർ നൽകാൻ കഴിയുന്നത് ഈ സർക്കാരിന്. ഇത് സംസ്ഥാന ഖജനാവിന് വലിയ നേട്ടമായി മാറുകയുമാണ്. അപ്പോൾ കൂടുതൽ വിവരങ്ങൾ പറയാൻ നമുക്കൊപ്പം ഇപ്പോൾ തത്സമയം അനേന സതീഷ് ചേരുന്നുണ്ട്. അനേന, ഗുഡ് ഈവനിങ്. ഇപ്പം 10 ലക്ഷം കോടി രൂപയുടെ കടബാധ്യതയുള്ള സംസ്ഥാനത്തിന്റെ സാമ്പത്തിക സ്ഥിതി മെച്ചപ്പെടുത്താൻ ഈ ഭരണശൈലി സഹായിക്കുമെന്ന് മുഖ്യമന്ത്രി സി ജോസഫ് വിജയ് നേരത്തെ പ്രഖ്യാപിച്ചതാണ്. അഴിമതിയും കമ്മീഷൻ ഇടപാടുകളും അവസാനിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെയുള്ള നീക്കം കരാറുകാർക്കിടയിലും വലിയ സ്വീകാര്യത നേടുന്നുണ്ടല്ലേ? തീർച്ചയായും ചെയ്തു. അത് തന്നെയാണ്. അതായത് ഈ പദ്ധതികൾക്ക്, അതായത് സംസ്ഥാനത്ത് നടപ്പിലാക്കുന്ന വിവിധ പദ്ധതികൾക്ക്, നിർമ്മാണ പദ്ധതികൾക്ക് കരാർ നൽകുന്നതിലെ ഇതുവരെ ഉണ്ടായിട്ടുള്ള രീതികളൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ടാണ് ഈ സർക്കാരിൻ്റെ ഖജനാവിലേക്ക് പണം എത്തിക്കാനുള്ള ഒരു ശ്രമം വിജയ് സർക്കാർ നടത്തുന്നത്. അതായത് മുൻപ് നോക്കിയാൽ അറിയാം, ഈ കരാർ നൽകുന്നത് നിയന്ത്രിത ടെൻഡർ, അതുപോലെ തന്നെ പ്രീ ഫിക്സഡ് കരാറുകളിലൂടെയൊക്കെയാണ് ഈ പദ്ധതികൾ നൽകിക്കൊണ്ടിരുന്നത്. എന്നാൽ അത് ആ രീതി പാടെ മാറ്റുകയാണ്. അതായത് ആ രീതി നിർത്തലാക്കുകയാണ് വിജയ് സർക്കാർ ആദ്യം ചെയ്തത്. മറിച്ച് ഈ ഓപ്പൺ ടെൻഡറുകൾ വഴി പദ്ധതി നടപ്പിലാക്കാൻ ശ്രമിക്കുകയാണ് ഉണ്ടായത്. ഈ രീതിയാണ് വലിയ രീതിയിൽ ഇപ്പോൾ വിജയം കണ്ടിരിക്കുന്നത്. അതായത് കരാറുകാർ ഇവിടെ ടെൻഡറുകൾ നൽകാൻ ഒരു മത്സരം തന്നെ നടത്തുകയാണ് ഈ ഒരു ഓപ്പൺ ടെൻഡർ മാർഗം സ്വീകരിച്ചതിലൂടെ ഉണ്ടായത്. ഈ കരാറുകാർ ഇത്തരത്തിൽ മത്സരം നടക്കുമ്പോൾ എന്ന് പറയുന്നത് ഈ സർക്കാർ നിശ്ചയിച്ച തുകയേക്കാൾ ഏറ്റവും കുറഞ്ഞ നിരക്കിൽ കരാർ നൽകാൻ വേണ്ടി കരാറുകാർ ശ്രമം നടത്തുകയാണ്. അതിലൂടെ തന്നെ ഈ സർക്കാരിന് വലിയൊരു ലാഭമാണ് അവിടെ ഉണ്ടാകുന്നത്. 25 മുതൽ ഏകദേശം 30% വരെ കുറഞ്ഞ നിരക്കിലാണ് ടെൻഡർ നൽകാൻ കരാറുകാർ ശ്രമിക്കുന്നത്. അതുവഴി തന്നെ വലിയൊരു ലാഭമാണ് സർക്കാരിലേക്ക് എത്തുന്നത്. നേരത്തെ സേതു തന്നെ സൂചിപ്പിച്ചതുപോലെ ചെന്നൈയിലെ ഒരു റോഡ് പുനരുദ്ധാരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട് ഏകദേശം 25 ലക്ഷം രൂപ കണക്കാക്കിയ ഒരു പുനരുദ്ധാരണ പദ്ധതിയായിരുന്നു അത്. എന്നാൽ 17 ലക്ഷം രൂപയ്ക്കാണ് ആ കരാർ നൽകിയിട്ടുണ്ടായിരുന്നത്. അതിലൂടെ തന്നെ ഏകദേശം 9 ലക്ഷം, ഒരു ചെറിയ പദ്ധതിയാണ്. അതിലൂടെ തന്നെ 9 ലക്ഷം രൂപയാണ് ഈ സർക്കാരിന് ലാഭമുണ്ടാക്കാൻ കഴിഞ്ഞത്. അങ്ങനെയാണെങ്കിൽ മറ്റ് വലിയ പദ്ധതികളിലൂടെയൊക്കെ തന്നെ സർക്കാരിന് എത്രത്തോളം ലാഭമുണ്ടാക്കാൻ കഴിയുമെന്ന് നമുക്ക് ചിന്തിച്ചാൽ മനസ്സിലാക്കാൻ കഴിയുന്നതേ ഉള്ളൂ. മുൻ സർക്കാരുടെ കാലത്തൊക്കെ വലിയ തുക നൽകിക്കൊണ്ട് അധികം നൽകിയിട്ടുള്ള കരാറുകൾ നിശ്ചയിച്ചിരുന്ന സമയത്താണ് ഇത്തരത്തിൽ ചെറിയ ഒരു തുകയ്ക്ക് ടെൻഡർ നൽകാൻ തന്നെ ഇപ്പോൾ സാധ്യമാകുന്നത്. അതുപോലെ തന്നെ ഈ കരാറുകാരും വലിയൊരു ആശ്വാസത്തിലാണ്. പല ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതനുസരിച്ച് കരാറുകാർ തന്നെ പറയുന്നത് രാഷ്ട്രീയക്കാർക്കോ അല്ലെങ്കിൽ മറ്റ് ആളുകൾക്കോ, ഉദ്യോഗസ്ഥർക്കോ ഒന്നും കൈക്കൂലി നൽകേണ്ടതായിട്ട് വരുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ചെറിയ നിരക്കിൽ ഈ പണി ഏറ്റെടുക്കാൻ ഞങ്ങൾ തയ്യാറാകുന്നത് എന്നൊരു കാര്യം കൂടിയാണ് ഈ കരാറുകാരടക്കം പറയുന്നത്. നേരത്തെ തന്നെ വിജയ് സർക്കാർ അധികാരത്തിൽ എത്തിയതിന് ശേഷം തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു DMK ഖജനാവ് കാലിയാക്കിയാണ് ഇറങ്ങിയതെന്ന്. അപ്പോൾ ഇത്തരത്തിൽ ഈ പഴയ രീതികളൊക്കെ പൊളിച്ചെഴുതിക്കൊണ്ട് ഖജനാവ് നിറയ്ക്കാനുള്ള ശ്രമമാണ് വിജയ് സർക്കാർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. തമിഴ്നാടിന്റെ സ്റ്റൈല് വേണമെങ്കിൽ നമ്മുടെ കേരളത്തിലും നമുക്കും കൂടി അത് ഉപയോഗിക്കാവുന്നതാണ്. കാരണം ഇവിടെയും ഒരു സർക്കാർ ഇറങ്ങി മറ്റൊരു സർക്കാർ കഴിഞ്ഞ 1 മാസമായിട്ട് ഭരിക്കുന്നുണ്ട്. ഇവിടെ ധവളപത്രമൊക്കെ ഇറങ്ങി നമ്മൾ സാമ്പത്തിക പ്രതിസന്ധിയിലാണ് ഗൈസ് എന്ന് പറഞ്ഞ് മുന്നോട്ട് പോവുകയാണ് സർക്കാർ. അതും പഴയ കാര്യങ്ങളൊക്കെ ഇതെല്ലാം കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്തുണ്ടായ കാര്യങ്ങളാണ് എന്ന് പറഞ്ഞാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ തൊട്ടയൽ സംസ്ഥാനത്തേക്ക് നമ്മൾ ചെറുതായിട്ടൊന്ന് കണ്ണോടിച്ചാൽ കഴിഞ്ഞ സർക്കാരിൻ്റെ കാലത്ത് ഉണ്ടായ ധനപ്രതിസന്ധിയെ എങ്ങനെയൊക്കെ അവർ മറികടക്കുന്നു എന്നുള്ളത് വേണമെങ്കിൽ നമുക്കും ഒന്ന് മാതൃകയാക്കാവുന്നതേ ഉള്ളൂ.